ഹാഷിം 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 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഹലോ ഹാഷിം. സുമൂദ് 2K25 പര്യവസാനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സാനിയ വിഭാഗത്തിൻ്റെ ചില മത്സരഫലങ്ങൾ പുറത്തു വരികയാണ്. മാത് ടാലന്റ് മത്സരഫലം പുറത്തു വരുമ്പോൾ തേർഡ് വിത്തൗട്ട് എനി ഗ്രേഡ് 221 റിഹാൻ ഫുറൂഹ. സെക്കൻഡ് വിത്ത് ബി ഗ്രേഡ് 310 ഫവാസ് ദിറായ. ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് 211 കാസിം ഫുറൂഹ. സാനിയ വിഭാഗത്തിന്റെ ഞാൻ മലയാളി മത്സരത്തിന്റെ ഫലം പുറത്തു വരുമ്പോൾ 3 ബി ഗ്രേഡുകൾ 220 ഷിഫാനൻസി ഫുറൂഹ, 314 സിറാജ് ദിറായ, 117 റബീഹ് സറാഹ. തേർഡ് വിത്ത് ബി ഗ്രേഡ് 313 റാഫിഹ് റോഷൻ ദിറായ. സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് 216 ഹാദി മുബഷിർ ഫുറൂഹ. ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് 121 അഫ്ലഹ് വടശ്ശേരി സറാഹ. സാനിയ വിഭാഗത്തിന്റെ പദ്യപാരായണ മത്സരത്തിന്റെ ഫലം പുറത്തു വരുമ്പോൾ തേർഡ് വിത്ത് ബി ഗ്രേഡ് 312 ഹാബിഷ് ദിറായ. സെക്കൻഡ് വിത്ത് ബി ഗ്രേഡ് 113 ഫാരിസ് സറാഹ. ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് 108 ഫെബിൻ സറാഹ. സറാഹ കുതിക്കുന്ന കാഴ്ചയാണ് സുമൂദിന്റെ പര്യവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മദ്ഹുൻ നബിയുടെ മത്സരഫലം പുറത്തു വരുമ്പോൾ 2 എ ഗ്രേഡുകൾ 110 അഫ്ലഹ് വടകര സറാഹ, 317 ജസീം ദിറായ. 2 തേർഡ് പ്രൈസുകൾ തേർഡ് വിത്ത് എ ഗ്രേഡ് 208 അംജദ് ഫുറൂഹ. തേർഡ് വിത്ത് എ ഗ്രേഡ് 212 തൻവീർ ഫുറൂഹ. സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് 109 ഹാഷിം സറാഹ. ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് 309 അദ്നാൻ ദിറായ. ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ടീം ദിറായ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം കാഴ്ചവെക്കുമ്പോൾ സാനിയ വിഭാഗത്തിന്റെ സോങ് അറബിക് മത്സരഫലം പുറത്തു വരുന്നു. ഒരു ബി ഗ്രേഡ് 109 ഹാഷിം സറാഹ. തേർഡ് വിത്ത് ബി ഗ്രേഡ് 113 ഫാരിസ് സറാഹ. ഒട്ടും പിറകിൽ നിന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ടീം സറാഹ. സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് 309 അദ്നാൻ ദിറായ. ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് 310 ഫവാസ് ദിറായ. ചില ഓഫ് സ്റ്റേജ് മത്സര ഫലങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ സാനിയ വിഭാഗത്തിന്റെ പോയം റാങ്കിംഗ് മലയാള മത്സര ഫലം പുറത്തു വരികയാണ്. ഒരു ബി ഗ്രേഡ് 114 മുനവ്വർ സറാഹ. തേർഡ് വിത്ത് എ ഗ്രേഡ് 116 മിഥിലാജ് സറാഹ. സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് 321 താജ് സൽമാൻ ദിറായ. ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് 216 ഹാദി മുബഷിർ ഫുറൂഹ. ആവേശകരമായ കാലിഗ്രഫി മത്സരത്തിന്റെ മത്സരഫലം പുറത്തു വരുമ്പോൾ തേർഡ് വിത്ത് എ ഗ്രേഡ് 313 റാഫിഹ് റോഷൻ ദിറായ. സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് 319 ഫാഹിം ദിറായ. ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് 114 മുനവ്വർ സറാഹ. ആവേശകരമായ പെൻസിൽ ഡ്രോയിങ് മത്സരത്തിന്റെ ഫലം പുറത്തു വരുമ്പോൾ തേർഡ് വിത്തൗട്ട് എനി ഗ്രേഡ് 317 ജസീം ദിറായ. സെക്കൻഡ് വിത്ത് ബി ഗ്രേഡ് 114 മുനവ്വർ സറാഹ. ഫസ്റ്റ് വിത്ത് ബി ഗ്രേഡ് 224 ആമിർ ഫുറൂഹ. ഫുറൂഹ കുതിക്കുകയാണ് മത്സരത്തിന്റെ പര്യവസാനത്തിലേക്ക് കടക്കുമ്പോൾ ടീം ഫുറൂഹ. ആവേശകരമായ വാട്ടർ പെയിന്റിംഗ് മത്സരത്തിന്റെ ഫലം പുറത്തു വരുമ്പോൾ തേർഡ് വിത്തൗട്ട് എനി ഗ്രേഡ് 114 മുനവ്വർ സറാഹ. സെക്കൻഡ് വിത്ത് ബി ഗ്രേഡ് 318 റിഷാൻ ദിറായ. ഫസ്റ്റ് വിത്ത് ബി ഗ്രേഡ് 313 റാഫിഹ് റോഷൻ ദിറായ. ആവേശകരമായ ഹാൻഡ് റൈറ്റിംഗ് മത്സരത്തിന്റെ ഫലം പുറത്തു വരുമ്പോൾ തേർഡ് വിത്ത് ബി ഗ്രേഡ് 315 സിനാനി കെ ടീം ദിറായ. സെക്കൻഡ് വിത്ത് ബി ഗ്രേഡ് 112 റിഫാൽ ടീം സറാഹ. ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് 209 ഷിഫാൻ ഹുസൈൻ ടീം ഫുറൂഹ. ഫുറൂഹ കുതിക്കുന്ന കാഴ്ചയാണ് മത്സരത്തിന്റെ അവസാനത്തിൽ കാണാൻ സാധിക്കുന്നത്. തുഷാരം പെയ്യുന്ന സുമൂദിന്റെ വേദിയിൽ ഉഷ്ണക്കാറ്റുകളുമായിട്ട് ടീം ഫുറൂഹ കടന്നു വരുന്ന കാഴ്ചയാണ് മത്സരത്തിലേക്ക്. ആവേശകരമായ ക്യാപ്ഷൻ മൈക്കിംഗ് മത്സരത്തിന്റെ ഫലം പുറത്തു വരുമ്പോൾ തേർഡ് വിത്ത് ബി ഗ്രേഡ് 215 ഫസീർ ടീം ഫുറൂഹ. ഫുറൂഹ കുതിച്ചേറുന്ന കാഴ്ചയാണ്. സെക്കൻഡ് വിത്ത് ബി ഗ്രേഡ് 322 സഹൽ ടീം ദിറായ.
ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് 311 ഹയാൻ ടീം ദിറായ. അല്ലാഹു അക്ബർ. ഏകദേശം മത്സര ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ആവേശകരമായ മത്സരത്തിന്റെ ഫലങ്ങൾ പുറത്തു വരാനുണ്ട്. ഈ ഒരു വേദി അതിനായിട്ടുള്ള കാത്തിരിപ്പിലായിരിക്കും. സുമൂദിന്റെ പര്യവസാന വേദിയില് ആരുവായും ആരുവിയും കാത്തിരുന്ന് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Thank you, thank you, thank you, thank you, thank you, thank you. സാനിയ വിഭാഗം സ്പീച്ച് ആൻഡ് സോങ് മത്സരം ആരംഭിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഉറുദു സോങ്ങിന്റെ റിസൾട്ടാണ് അറിയിക്കുന്നത്. തേർഡ് പ്രൈസ് 2 പേർ പങ്കിട്ടിരിക്കുന്നു. കോൾ ലെറ്റർ എഫ്, കോൾ ലെറ്റർ ബി വിത്ത് എ ഗ്രേഡ് ആൻഡ് സെക്കൻഡ് പ്രൈസ് വിത്ത് എ ഗ്രേഡ് കോൾ ലെറ്റർ ഡി ആൻഡ് ഫസ്റ്റ് പ്രൈസ് വിത്ത് എ ഗ്രേഡ് കോൾ ലെറ്റർ ഇ. Hello. സാനിയ വിഭാഗം സ്പീച്ച് ആൻഡ് സോങ് മത്സരം ആരംഭിക്കുന്നു. ഫസ്റ്റ് കോൾ ലെറ്റർ എ ഓൺ ദി സ്റ്റേജ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാന ആദരം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഞങ്ങൾ പറയുന്ന കഥയുടെ പേര് നഹാവന്തിനെ നടുക്കിയ പടനായകൻ. അതെ, നഹാവന്തിനെ നടുക്കിയ പടനായകൻ. പ്രിയരെ, ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള മദീനയിലേക്ക് ക്ഷണിക്കുകയാണ്. അള്ളാഹുവിലും അവന്റെ റസൂലിലും ഹംദു സലാത്തും മോദിക്കൊണ്ട് ഞങ്ങൾ കഥ തുടങ്ങുകയാണ്. തുടങ്ങി ഞങ്ങൾ നാദനിലാകത്തേടി തിരുസ്വലാത്തും പുണ്യറസൂലിൻ പാടി പറഞ്ഞിടാൻ പോരാട്ടത്തിൻ കുളിച്ചോടി പൊരുതിടാൻ ഉമറുൽ ഫറൂഖ് അത് കൂടി ഖാദിസിയ യുദ്ധമെന്ന് കാലിടറി കിസ്സയെന്ന് കാലമാടൻ വരുമെന്ന് കളി തുള്ളുന്നു കാത്തുവച്ചൊരു കാവലായി ഉമർ ബിൻ മുക്രിം തീരൻ മുത്തിസ്ലാമിൻ രക്ഷകനായി വന്ന് നഹാവന്തിൽ ഇത് മുത്തലുദ്ദീനിന്റെ പത്തരമാറ്റിന്റെ തലോട്ടത്തിന്റെ ചരിതമുരുകുന്നു കഥയിതരുളുന്നു കുളിര് പകരുന്നു ഹരഹരമായി ചരിതമുരുകുന്നു കഥയിതരുളുന്നു കുളിര് പകരുന്നു ഹരഹരമായി. വില്ലാളി വീരനായ ഉമറുൽ ഫാറൂഖിന്റെ ഭരണകാലം സാധുവിനെ അഭിവക്കാൻ സൈന്യം കിസ്ര കോട്ട തകർത്ത് ഖാദിസിയ യുദ്ധം വിജയിച്ച സന്തോഷ നിമിഷം. പക്ഷേ യുദ്ധത്തിൽ പരാജയപ്പെട്ട കിസ്രയുടെ പേഴ്സണൽ നിൽക്കപ്പെടുത്തിയില്ലായിരുന്നു. ഖാദിസിയക്കിടയിൽ കുന്നുകൂടി കിടക്കുന്ന കബദ്ധങ്ങൾക്ക് പകരം ചോദിക്കാൻ പേഴ്സൺ കൂപ്പുകുത്തുകയാണ്. ഇത്തവണ അവരുടെ നേരിട്ട് തന്നെ യുദ്ധം ചെയ്യണമെന്ന് ഉമറുൽ ഫാറൂഖ് തീരുമാനിച്ചു. പക്ഷേ അനുയായികൾ പറഞ്ഞു, വേണ്ട അമീറുൽ മുഅ്മിനീൻ, അങ്ങ് യോഗ്യനായ പടനായകനെ നിയോഗിച്ചാലും. അങ്ങനെയെങ്കിൽ ശത്രുവിനെ കണ്ടാൽ ശരവേഗം ആക്രമിക്കുന്ന ഒരു ധീര യോദ്ധാവിനെ ഞാനിതാ പറഞ്ഞയക്കുന്നു. ധിക്കാരിയായ അനൗസരമായ സൈന്യത്തിലെത്താൻ ആ ധീര യോദ്ധാവിന് സാധിക്കുമെന്ന് ഉമറുൽ ഫാറൂഖിന് അറിയാമായിരുന്നു. അങ്ങനെ ഖലീഫ ഉമർ കത്തെഴുതി. അതെ, നമ്മുടെ കഥാനായകന് മിൻ ഉമർ ബിൻ ഖത്താബ് ഇലാ നുഅ്മാൻ ബിൻ മുക്രിം. ഉദിമതിയായി ഉദിച്ച താരം പുണ്യരേ നുഅ്മാൻ അധിപതി അഹദോന്റെ ദീനിൻ കാവലായി നുഅ്മാൻ തിരിച്ചവർ തിരുദീനിലേക്കായി കാവലേകുവാൻ തിരശുജാഹിയെന്ന് വന്നതാ ദീനിന്റെ രക്ഷ തന്നതാ ശത്രുവിരണ്ട് മണ്ണിലുണ്ടതാ തടസ്സമക തീർത്തതാ നേരിന്റെ നേതാവന്നതാ നേരിന്റെ നേതാവന്നതാ നല്ലൊരു തന്ത്രമോർത്തു നിന്നതാ നല്ലൊരു തന്ത്രം ചൊന്നതാ നല്ലൊരു തന്ത്രമോർത്തു നിന്നതാ നല്ലൊരു തന്ത്രം ചൊന്നതാ. നുഅ്മാൻ 1.5 ലക്ഷം ശത്രു സൈന്യം നഹാവന്തിൽ തമ്പടിച്ചിരിക്കുന്നു. സംഗീതം നിൽക്കാൻ സമയമില്ല, ഉടനെ പുറപ്പെടുക. കൽപ്പന കേൾക്കേണ്ട താമസം. നുഅ്മാൻ തന്റെ സൈന്യവുമായി കുതിച്ചു. ശത്രുവിടെ തന്ത്രം മനസ്സിലാക്കാൻ ബുദ്ധിസമർത്ഥവും തൻ്റെടമുള്ള ഒരു രഹസ്യ സംഘത്തെ നുഅ്മാൻ നിയോഗിച്ചു. നഹാവന്തിന്റെ അടുത്തെത്തിയ സംഘത്തിലെ കുതികൾ പെട്ടെന്ന് നിന്നു. എന്ത് പറ്റിയെന്നറിയാൻ രംഗത്തിറങ്ങിയ സൈന്യം ആ കാഴ്ച കൊണ്ട് അമ്പരന്ന് പോയി. അതേ, മുസ്ലിം സൈന്യം തടയാൻ പേർഷ്യൻ പട്ടാളം നിരത്ത് മുഴുവൻ ഇരുമാണികൾ കൊണ്ട് വല വിരിച്ചിരിക്കുന്നു. കുതിരകൾ കുതിച്ചു വരുമ്പോൾ അതിൽ കുടുങ്ങി നിലം പതിക്കണം, അതായിരുന്നു അവിടെ ലക്ഷ്യം. തടസ്സം മനസ്സിലാക്കിയ സൈന്യം നുഅ്മാൻ ബിൻ മുക്രിമിനോട് രംഗം വിവരിച്ചു. ബുദ്ധിമാനായ നുഅ്മാൻ അവരോട് പറഞ്ഞു, ആവേശത്തിൻ പടയണിയാണ് ആതിര തോൽക്കും സംഗമിതാണ് ആരംഭദീനലയാണ് നഹാവന്തിൽ തന്ത്രം മേലന്തൊരു വരവാണ് നുഅ്മാനോരും അടരാണാരടി വെക്കുകയാണ് അശ്വാരുടെ രംന കുതിപ്പാണ്. ശത്രുക്കളെ കബളിപ്പിക്കാൻ നുഅ്മാൻ ബിൻ മുക്രിമിന്റെ ബുദ്ധിയിലെ ഒരു സൂത്രം അവർ തന്റെ സൈന്യത്തോടെ വിവരിച്ചു. നിങ്ങൾ വിധം ചൂട്ടും കത്തിച്ച് ശബ്ദമുണ്ടാക്കി ഓടണം. അവർ നിരത്തി ഇരുമാണികൾ കണ്ട് മുസ്ലിം സൈന്യം പിന്തിരിഞ്ഞോടി ധരിച്ച് ആ തടസ്സം അവർ നീക്കം ചെയ്യും. ഉടനെ തന്നെ നമ്മുടെ സൈന്യം അവരെ ആക്രമിക്കുക വേണം. നുഅ്മാൻ നിയോഗിച്ച സംഘം അതിവിദഗ്ധരായിരുന്നു. പടനായകൻ നുഅ്മാൻ പറഞ്ഞതുപോലെ അവരുടെ ദൗത്യം അവർ ഭംഗിയായി നിർവഹിച്ചു. പമ്പര വിഡ്ഢികളായ പേർഷ്യൻ പട്ടാളം അവർ പിന്തിരിഞ്ഞോടെ ധരിച്ച് തടസ്സം മുഴുവൻ നീക്കം ചെയ്തു. പെട്ടെന്ന് അതോ നുഅ്മാൻ ബിൻ മുക്രിമിന്റെ സൈന്യം നഹാവന്തിനെ കോരിത്തെറിപ്പിച്ചുകൊണ്ട് കുതിരക്കുളമ്പടികൾ കേൾക്കുകയായി.
തക്ബീറൂരക്കുന്നു പെരുമ്പറ മുഴക്കിക്കൊണ്ടൊരു ബടകുതിപ്പ് ലക്ഷ്യം പേരിയോന്റെ പരിശുദ്ധ മതത്തിന്റെ കവചമയിരിപ്പ് ചുവട് പിടിച്ച് ലയിച്ച് കുതിച്ച് ലയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് നഹവന്ത് വിറച്ചിടുന്നേ സൈന്യം കുതി കുതിച്ചടരടുന്നേ സൈന്യം വെറുതെ ശുശ്വാസത്തോടെ പൊൻകൊടി ചൂടി വിണ്ടാനെ വിണ്ടാനെ ജയം പൂണ്ടാനേ വിണ്ടാനെ വിണ്ടാനെ ജയം പൂണ്ടാനേ. പടനായകൻ ന്യൂമാൻ പ്രഖ്യാപിച്ചു, ഞാൻ ആദ്യമായി തെക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ആയുധങ്ങൾ കയ്യിലേന്തണം, ഞാൻ രണ്ടാമത് തെക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാവണം, ഞാൻ മൂന്നാമത് തെക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ചീറ്റപ്പുലികളെ പോലെ കുതിച്ചു ചാടണം. ന്യൂമാൻ തക്ബീർ ഉയർത്തുകയാണ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നഹാവന്തൻ തട്ടകത്തിൽ ഇസ്ലാമിന്റെ പുലിക്കുട്ടികൾ കുഫ്രിന്റെ കോമരങ്ങളെ ഒന്നൊന്നായി വകവരുത്തി ശത്രുവിൽ നിന്ന് പ്രവഹിച്ച രക്തം കൊണ്ട് ആ തായ്വാര അവർ സഞ്ചാരമണിഞ്ഞു. പേർഷ്യൻ പട്ടാളത്തിന് നേരെ പോരാട്ടത്തിന് 18 പറ്റി ഇസ്ലാമിന്റെ പുലിക്കുട്ടികൾ ആ രണ്ടാം കളം നിറഞ്ഞു. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. അതേ നുഅ്മാനിന്റെ പടക്കുതിര രക്തത്തിൽ വൈദ്യ വീണു. രക്തം കൊണ്ട് സഹോദരൻ ഓടിയെടുക്കുകയാണ്. ദീനിന്റെ രണഭൂവിൽ നഹാവന്തിൻ വിരിമാറിൽ നുഅ്മാനോർ വന്നിട്ട് ഷഹാദം തേടി കൈവിട്ട പതാകയിൽ നീട്ടി പിടിക്കാനായി സഹോദരൻ മഹാനോരെ പുതപ്പാൽ മൂടി പോരാട്ടം വിജയിച്ച പടച്ചോന്റെ പടയാണ് പടനായകനെ കാണാൻ തടിച്ചു കൂടി പോരാട്ടം വിജയിച്ച പടച്ചോന്റെ പടയാണ് പടനായകനെ കാണാൻ തടിച്ചു കൂടി. ആസക്തമായ ഇസ്ലാമിന്റെ പതാക നുഅ്മാൻ മുഖീമിന്റെ കൈകളിൽ നിന്ന് വീഴാനായി രംഗം കണ്ട് സഹോദരൻ ഓടിയെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ പതാക കയ്യിലേന്തി തങ്ങളുടെ പടനായകൻ നിലം പതിച്ചെന്നറിഞ്ഞാൽ ഇസ്ലാമിന്റെ സൈന്യം ചിതറിപ്പോകും. അതൊരിക്കലും സംഭവിച്ചുകൂടാ. നുഅ്മാൻ മുഖീമിന്റെ ശരീരത്തിൽ ഒരു പുതപ്പ് കൊണ്ട് മൂടിയിട്ട് ആ സഹോദരൻ പേർഷ്യൻ പട്ടാളത്തിന് നേരെ കുതിച്ചു. ആ തായ്വാൻ ശത്രുപക്ഷത്തേക്ക് ഓടി ഇസ്ലാമിന്റെ പുലിക്കുട്ടികൾ വിജയബോധം മുഴക്കി. അവർ പരസ്പരം നോക്കി തങ്ങളുടെ പടനായകൻ എവിടെ, തങ്ങളുടെ പടനായകൻ എന്ത് പറ്റുന്നറിയാതെ ശമ്പിച്ചു നിൽക്കുന്ന അവരുടെ മുന്നിലേക്ക് ആ സഹോദരൻ കടന്നു വന്നുകൊണ്ട് ആ മൂടും പടം നീക്കി. ഇസ്ലാമിന്റെ പുലിക്കുട്ടികൾ വിജയം വരിക്കുന്നത് കൺകുളിർക്ക് കണ്ടുകൊണ്ട് ആ ധീര യോദ്ധാവെ ലോകത്തോട് പുഞ്ചിരി തൂകി യാത്രയായി. സ്നേഹിതരെ സ്നേഹനിലാവെ ദിശയുടെ മറവിൽ മറയുകയായി സാവേശം വിജയം നേടിയ മുസ്ലിം സൈന്യം കരയുകയായി. കണ്ണിറയെ വിജയം കണ്ട സൈനാധിപനും പൊലിയുകയായി. ഇസ്ലാമിൻ പൊൻകുടി ചൂടിയ ചരിതമതിവിടെ തീരുകയായി ചരിതമതിവിടെ തീരുകയായി. ആ മഹാനുഭവന്റെ കൂടെ അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നുഅ്മാൻ ഇബ്നു മുഖീമിന്റെ ചരിത്ര പുസ്തകം താൽക്കാലികമായി ഇവിടെ അടച്ചുവെച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.